ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ കറിയായ ചക്കക്കുരു മാങ്ങാക്കറിയാണ്. ഇത് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എന്നാലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴും അതിന് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് 20 ചക്കക്കുരുവാണ് ആവശ്യമുള്ളത്. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇത് ഒന്നുകിൽ ഇങ്ങനെ നീളത്തിലും അല്ലെങ്കിൽ ഇതുപോലെ വട്ടത്തിലും മുറിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാതിരി. ഈ ചക്കക്കുരുവൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 1 കപ്പാണ് ഉള്ളത്. ഈ ചക്കക്കുരു നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മാങ്ങ റെഡിയാക്കണം. ഞാനിതാ ഈ ഒരു സൈസിലുള്ള പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി തോലൊക്കെ കളഞ്ഞ് ഈ ഒരു സൈസിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനെടുത്ത ഈ മാങ്ങ അധികം പുളിയില്ലാത്തത് കൊണ്ട് തന്നെ ഒരു മാങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മാങ്ങ എടുത്താൽ മതി. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചക്കക്കുരു കഷ്ണങ്ങളൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മാങ്ങാ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് 2-3 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. ചില കുക്കറിൽ 2 വിസിൽ മതിയാവും, ചിലതിൽ 3 വിസിൽ വേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് 2-3 വിസിലിന് പറഞ്ഞത്. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ. ഇത് കുക്കർ നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറി ഉണ്ടാക്കാൻ ഞാൻ ആകെ 2.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കഷ്ണങ്ങൾ വേവിക്കാനും അരയ്ക്കാനും എല്ലാം കൂടെ ചേർത്ത് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആകെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് ഇതിന് വേണ്ട കടുക് മുളകൊക്കെ വറുത്തിടണം. അതിനുവേണ്ടി ഞാൻ ഈ പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കുറേശ്ശെ പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് 2 വറ്റൽമുളക് 2-3 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അവസാനം ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതാ അങ്ങനെ നമ്മളുടെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.